ഹലോ, അപ്പം നമ്മളെ ഡേ 1 ഓഫ് സൈറ്റ് സീയിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ച പോലെ റൂമിൽ പോയിട്ടല്ല നമ്മൾ വന്നത്. നമ്മൾ ഡയറക്റ്റ് സൈറ്റ് സീയിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് പുത്രാജയ സെൻറ്ററിലോട്ടാണ് വന്നത്. ഇപ്പം നമ്മളത് ഇവിടെ എത്തിയോളൂ. നല്ല പൊരിഞ്ഞ വെയിലുണ്ട്. സംഭവം കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതവർ ചെയ്ത പ്രോജക്റ്റ് എന്തിനാന്ന് വെച്ചാൽ എല്ലാ ഗവൺമെൻറ് സെൻറ്റേഴ്സും കൂടെ ഒരൊറ്റ സ്ഥലത്താക്കി അവർ ചെയ്തിരിക്കുകയാണ്, ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്കും ട്രാഫിക്കും എല്ലാം ഒഴിവാക്കാനും പിന്നെ പലയിടത്തും തപ്പി നടക്കാതിരിക്കാനും വേണ്ടിയിട്ട് എല്ലാം കൂടെ ഒറ്റ ഒരു ഏരിയയിൽ അവരാക്കിയിരിക്കുകയാണ്. ഗൈസ്, ഇവിടുത്തെ ചെറിയൊരു പാർക്ക് പോലത്തെ സെറ്റപ്പാണ്. ഓ, എല്ലാം അടിപൊളിയാണ്. പക്ഷേ വെയിലുണ്ട്, നല്ല നല്ല ചൂടുമുണ്ട്. സോ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് നേരെ ഇറങ്ങി നമ്മൾ സൈറ്റ് സീയിങ് പോകുന്നത് അത്ര സുഖകരമായ പരിപാടി അല്ലാത്തതുകൊണ്ടും അതിൻ്റെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടും ഇത്തിരി മടിയുണ്ട്. ഇതിൻ്റെ താഴോട്ടും കുറേ സംഭവങ്ങളുണ്ട് ഗൈസ്. ഓ മൈ ഗാഡ്. എൻ്റെ ആടെയും കൂടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് കാറിൽ ഇരുന്നതാണ്. പക്ഷേ ഇവിടെ എൻലെസ് കാഴ്ചകളാണ്, തീർന്നിട്ടില്ല. അമ്പ, നമ്മളപ്പോൾ ഒരു സൈക്കിൾ റൈഡിന് പോകാൻ പോവാണ്. യെസ് യെസ്. അടുത്ത നമ്മൾ KL ടവറിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ പൊക്കോണ്ടിരിക്കുക മേളിലോട്ട്. ഇവിടെ നമുക്ക് എല്ലാം സൂപ്പറായിട്ട് കാണാം. ഫുള്ള് നമ്മളപ്പോൾ ആ KL ടവറിൻ്റെ മേളിൽ പോയി എല്ലാം കണ്ടിട്ട് നമ്മൾ താഴെ വന്നു. നമ്മളിവിടെ ജസ്റ്റ് ഒരു സീനറി കാണാനായിട്ട് കിടക്കുക. ഈ സാധനമുള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പം നമ്മൾ KL ടവറിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മളെ റെയിൻകോട്ടിന് അത്ര ഉറക്കം വന്നിട്ടുള്ള പ്രശ്നമാണ്. പക്ഷെ ഈ ബാഗ് ഉള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. അപ്പം നമ്മൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ബൈ.